സർ, നമുക്കറിയാം കേരള സ്റ്റോറിയുടെ ആദ്യ ഭാഗം ഇറങ്ങിയപ്പോൾ തന്നെ വലിയ വിവാദങ്ങളായിരുന്നു കേരളത്തിലും ഇന്ത്യയിലും ഉൾപ്പെടെയുള്ള കേരളത്തിൽ നിന്നും പ്രധാനമായും ഇപ്പോഴും ഉയർന്നു വരുന്ന ഒരു ചോദ്യം, കേരള സ്റ്റോറി 2വിന്റെ ട്രെയിലറിൽ കാണിക്കുന്ന ചില ദൃശ്യങ്ങളുണ്ട്. ആ ദൃശ്യങ്ങൾ കേരളത്തിൽ എവിടെയാണ്? ഇതിലെവിടെയാണ് കേരളം എന്നതാണ് ചോദ്യം. പ്രധാനമായും യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ ഇത്തരത്തിൽ അതിനിശിതമായി വീഡിയോയെ അല്ലെങ്കിൽ ഈ ട്രെയിലറിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുമുണ്ട്. യഥാർത്ഥത്തിൽ കേരള സ്റ്റോറി 2 പറയുന്ന കേരളം എവിടെയാണ്? അല്ലെങ്കിൽ ഇത്രയേറെ വിമർശിക്കേണ്ടുന്ന എന്തെങ്കിലും ആ ട്രെയിലറിൽ സാറിന് കാണാൻ സാധിച്ചിട്ടുണ്ടോ? കേരള സ്റ്റോറി 1 ഇപ്പോഴും കേരളത്തിൽ ശരിയായി പ്രദർശിപ്പിക്കാൻ സമ്മതിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ ഈ രണ്ടാം ഭാഗവും അങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ കേരള സ്റ്റോറി നിർമ്മിച്ചവരോ അതിന്റെ സംവിധായകനോ ഇന്ത്യയിൽ അവർക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. എല്ലായിടത്തും ഇത് പ്രദർശിപ്പിക്കുകയും അത് ശരിയായ രീതിയിൽ എല്ലാവർക്കും എല്ലാ തിയേറ്ററിലും ഓടിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിൽ മാത്രമാണ് അതിന് പ്രശ്നമുണ്ടായത്. എന്നാൽ പോലും ഓൺലൈനായിട്ടും കേരളത്തിൽ ചില തിയേറ്ററുകളിൽ അത് പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുമാതിരിയൊക്കെ ഇതിവിടെ പ്രദർശിപ്പിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ ഈ സമയത്ത് പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഒരു 1.5 വർഷം മുന്നേ എമ്പുരാൻ സിനിമ ഇറങ്ങിയല്ലോ. ആ എമ്പുരാൻ സിനിമ ഇറങ്ങിയപ്പോൾ അന്ന് സംഘപരിവാറിന്റെ ആൾക്കാർക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. സത്യത്തിൽ സംഘപരിവാറിന്റെ ആൾക്കാരെന്ന് അതിന് പറയാൻ പറ്റില്ല. കാരണം ദേശസ്നേഹികൾക്കാണ് അന്ന് പ്രശ്നം ഉണ്ടായത്. ആ സിനിമ രാജ്യദ്രോഹമാണ്, ദേശദ്രോഹമായിട്ട് പലതും അതിൽ ചിത്രീകരിച്ചിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ടും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ മുന്നിലിറങ്ങുക സംഘികളാണ്. എല്ലാവരും ഇറങ്ങേണ്ടതാണ്. ഇതിന്റെ മാതിരിയല്ല. ഇവിടെ ഒരു പെർട്ടിക്കുലർ ഈ കേരള സ്റ്റോറിയുടെ വിഷയം വരുമ്പോൾ ഒരു പെർട്ടിക്കുലർ വിഭാഗം മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ മറ്റേ ദേശദ്രോഹമായിരുന്നു, രാജ്യദ്രോഹമായിട്ടുള്ള ഒരു കഥയുടെ ഭാഗമായിട്ട് അന്ന് എല്ലാവരും പ്രതികരിക്കേണ്ടതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ സംഘി എന്ന് പറയുന്ന സംഘപരിവാറിന്റെ ആൾക്കാർ മാത്രമാണ് അന്ന് ഹാലിളകി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇറങ്ങി കണ്ടുള്ളൂ. അതുപോലെ ഇപ്പോ മതേതരോളികൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു കൂട്ടം ആൾക്കാര് ഈ കേരള സ്റ്റോറി 1 ഉണ്ടായ അതേമാതിരി 2നും ഇപ്പോ പ്രശ്നം ഉണ്ടാക്കുന്നു. ഒരു കാര്യം മനസ്സിലാക്കണം, എമ്പുരാൻ സിനിമ റിലീസ് ചെയ്തതിന് ശേഷം, കണ്ടതിന് ശേഷം ആണ് അവിടെ പ്രശ്നം തുടങ്ങിയുള്ളൂ. ഇവിടെ ട്രെയിലർ കണ്ടിട്ടാണ് ഇപ്പോ ഈ കാണുന്ന കോലാഹലങ്ങൾ മുഴുവപ്പുണ്ടായിട്ടുള്ളത്. എന്താണ് ഇതിന്റെ അർത്ഥം? ഈ സംഭവങ്ങൾ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സിനിമയാണ്, അങ്ങനെയാണ് എമ്പുരാൻ റിലീസായെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ആശയം ആവിഷ്കരിക്കുന്നു, സിനിമ എന്ന ഒരു മീഡിയയിൽ കൂടെ. ഈ കഥ എഴുതുന്നതാണ്, കഥ ഭാവനയിൽ കൂടി അവതരിപ്പിക്കുന്നതാണ്. അതൊക്കെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യ നിയമം ഇന്ത്യയിലുണ്ട്. അതിൻ്റെ ബേസിക്കലിയുള്ള ഒരു കാര്യമാണ് ഈ സിനിമ. അത് ഏത് സബ്ജക്റ്റ് ആയാലും ആ സബ്ജക്റ്റിൽ, ആ അവതരണത്തിൽ എന്തെങ്കിലും കലാപപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനിവിടെ സെൻസർ ബോർഡ് ഉണ്ട്. ആ സെൻസർ ബോർഡ് അത് നിരീക്ഷിച്ച് അതിൽ മാറ്റം വരേണ്ട ഭാഗങ്ങൾ മാറ്റിയിട്ടാണ് ഈ സിനിമ റിലീസിന് പെർമിഷൻ കൊടുക്കുന്നത്. അങ്ങനെ പെർമിഷൻ കിട്ടിയ ഒരു സിനിമ കേരളത്തിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് ഇവിടത്തെ കുറെ മതേതരോളികൾ ഓളിയിടുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ആലോചിക്കണം. ഞാൻ ചോദിക്കട്ടെ, കാബൂളിലെ ജയിലിൽ ഈ കഥ റിയൽ കഥ ആണെന്ന് വെച്ചോ, കാബൂളിലെ ജയിലിൽ 10 പെൺകുട്ടികൾ ഇരിക്കുന്നില്ലേ? അതിന്റെ ഒരു കഥാവിഷ്കരണമായി വന്നാൽ അതെന്താ ഇല്ലാത്ത സംഭവമാണോ? എന്താ ഇവർക്ക് ഇത്ര ചൂട്? ഇത് തന്നെയല്ലേ ജോസഫ് മാഷയുടെ കൈ വെട്ടുമ്പോഴും ഉണ്ടായത്? ജോസഫ് മാഷയുടെ കൈ എന്തിനാ വെട്ടിയത്?
സത്യത്തില് ജോസഫ് മാഷ് ആ കുറിച്ച വാചകങ്ങൾ സത്യത്തിൽ ജോസഫ് മാഷിന്റെ അല്ല, മുസ്ലിമായ ഒരു സംവിധായകനായ PT കുഞ്ഞു മുഹമ്മദ് എഴുതിയ ഏതോ ഒരു ഇതിൽ എഴുതി വെച്ച വാചകങ്ങളാണ് ജോസഫ് മാഷ് എടുത്ത് കോട്ട് ചെയ്തത്. എന്നാൽ PT കുഞ്ഞു മുഹമ്മദിന് ഒരു പ്രശ്നം ഉണ്ടായില്ല. ഈ പാവപ്പെട്ട ജോസഫ് മാഷുടെ കയ്യെ പോയി വെട്ടിയത് അത് അവരുടെ എന്താണ് മറ്റേ മത ആചാരപ്രകാരമുള്ള വിധി എവിടെ കേരളത്തിൽ, ഇന്ത്യയിൽ, കേരളത്തില് ഇവരങ്ങോട്ട് നടപ്പാക്കുക. അപ്പോ ഇത്തരം കാര്യങ്ങളാണ് ഇനി AP മുസ്ലിയാരന്മാരെ ഉള്ളവര് ഓപ്പണായി ചർച്ച ചെയ്ത് ഇത്തരം ആൾക്കാരെ തെരഞ്ഞു പിടിച്ചേ പറ്റൂ. അതിന് സതീശന്മാരോ കൂട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അതിവിടെ നിർത്തണം. ഇവിടുത്തെ മുസ്ലിം സമുദായം മനസ്സിലാക്കണം. കാരണം നിങ്ങളുടെ സമുദായത്തെയാണ് ഇവര് വഞ്ചിക്കുന്നത്, വെറും ഒരു കൊടുംചതിയിലേക്ക് എത്തിക്കുന്നത്. ഇത്തരം വൃത്തികെട്ട കാര്യങ്ങൾ പറഞ്ഞ്, വൃത്തികെട്ട കഥകൾ പറഞ്ഞ് ഈ സിനിമ എന്തോ ആയിക്കോട്ടെന്നേ, ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, അത് കാണട്ടെ. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരിക, സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ കഴിഞ്ഞ കൊല്ലത്തിന്റെ മുന്നത്തെ കൊല്ലം എനിക്ക് തോന്നുന്നു മലപ്പുറം ജില്ലയിൽ തന്നെയാണ്. മലപ്പുറം ജില്ലയിലെ ഒരു സ്കൂളിലെ ഒരു നാടകം ജില്ലാ തലത്തിൽ ഫസ്റ്റ് കിട്ടി. അതായത് താലൂക്ക് തലത്തിലൊക്കെ ഫസ്റ്റ് കിട്ടി വന്ന് ജില്ലാ തലത്തിൽ അതിന് ഫസ്റ്റ് കിട്ടി. ഇനി അത് സംസ്ഥാന മത്സരത്തിന് പോവാൻ നിൽക്കുകയാണ്. അപ്പോഴേക്കും ഈ മതോദര ഓളിയിട്ട് മുഖ്യമന്ത്രിക്ക് മെമ്മോറാണ്ടം കൊടുത്തു, ഈ നാടകം അവതരിപ്പിക്കാൻ പാടില്ല. മുഖ്യമന്ത്രിക്ക് വല്ലതും അറിയൂ? മുഖ്യമന്ത്രി വോട്ടാണ് മുഖ്യമന്ത്രിയുടെ പ്രശ്നം. മുഖ്യമന്ത്രി ഒന്നും നോക്കിയില്ല. ഇവര് പെറ്റീഷൻ കൊടുത്തപ്പോ വേഗം തന്നെ ആ നാടകം വേണ്ട, ഓർഡർ ഇറക്കി. സത്യത്തിൽ എന്താ നാടകം? ആ നാടകത്തിന്റെ രചയിതാവും ഡയറക്ടറും ഒരു ഒറിജിനൽ സുന്നി മുസ്ലിം ആയിരുന്നു. ഈ കഥ മുഹമ്മദ് നബിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എന്തോ ചെറിയ ഒരു കാര്യങ്ങൾ അതിലുണ്ട്, അത്രയേ ഉള്ളൂ കാര്യം. അത് താലൂക്കിൽ കളിക്കുമ്പോൾ പ്രസിഡന്റ് ആയില്ല, ജില്ലാ തലത്തിൽ കളിക്കുമ്പോൾ പ്രസിഡന്റ് ആയ ഫസ്റ്റ് കിട്ടി, കാരണം അത്രയും നന്നായി അവതരിപ്പിച്ചു. പക്ഷെ അത് സംസ്ഥാന തലത്തിലേക്ക് പോകുമ്പോഴേക്കും അത് നിരോധിച്ചു. ഇവിടെ ഒരാളും ഉണ്ടില്ലല്ലോ, ഒരാൾക്കും പ്രസിഡന്റ് ആയില്ലല്ലോ. സംഘപരിവാർ അത് ഏറ്റെടുത്തോ? എന്നാ അത് കളിക്കണം, കാണിക്കണം, ആരും ഉണ്ടില്ല. നിരോധിച്ചു. അപ്പൊ ഇവരാരാണ് ഇവിടുത്തെ ശരിയ കോടതിയാണോ ഇത് കേരളം? മുസ്ലിം ഈ വിഭാഗത്തിലെ ഒരു പ്രത്യേക കുറച്ച് ആൾക്കാർ, അതായത് അവരുടെ ശരിയ കോടതി ഇവിടെ കേരളത്തിൽ നടപ്പാക്കുക, ഇതല്ലേ അവർ കാണിച്ചു കൂട്ടിയിരുന്നത്? സിനിമ കളിക്കട്ടോ, സിനിമയിൽ എന്താ ഉള്ളത് കാണണോ, കണ്ടു പഠിക്കണോ? അല്ല സിനിമ കളിക്കാം. ഇന്ന് ചോദിക്കട്ടെ, ആ സിനിമയിൽ ഒരു 10 പെൺകുട്ടികളെ കാബൂൾ ജയിലിൽ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അത് സത്യമല്ലേ? ആരാ നിങ്ങളെ പോലത്തെ വൃത്തികെട്ടവന്മാർ ആ പെൺകുട്ടികളെ അവരെ ചതിയിൽപ്പെടുത്തി പ്രേമിച്ച് അവിടെ കൊണ്ട് അവരുടെ ജീവിതം നശിപ്പിച്ച് അവിടെ ആ ജയിലിൽ കിടക്കാണ്. എന്നാ ശരി, നിങ്ങൾ ഈ ലഹള കൂട്ടുന്നുണ്ടല്ലോ, ആ പെൺകുട്ടികളെ പുറത്തിറക്കി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ഒരു പ്രകടനം നടത്തുന്നുണ്ടോ? എന്തെങ്കിലും ഒരു മെമ്മറാണ്ടം ചെയ്യുന്നുണ്ടോ നിങ്ങൾ ഈ മതേതര തായോളികൾ? എന്നിട്ടൊരു സിനിമ വരുമ്പോ അനാവശ്യമായിട്ട് വീണ്ടും സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാക്കുക. ആവശ്യമുള്ളവർ കണ്ടാൽ മതിയോ സിനിമ? എല്ലാവരും സിനിമ കാണാൻ നിർബന്ധമൊന്നുമില്ല. ആവശ്യമുള്ളവർ കണ്ടോടും തീരുമാനിച്ചോളും, നല്ലതാണോ ചീത്തയാണോ. അതാണ് വിമർശനം, ആവിഷ്കാര സ്വാതന്ത്ര്യം. ഇവിടെ ഹിന്ദുക്കളുടെ ദൈവങ്ങളെ എന്ത് വേണമെങ്കിൽ പറയാം, ഏത് തരത്തിൽ വിമർശിക്കാം, ആരും ചോദ്യം ചെയ്യാനില്ല. അവരുടെ അവരുടെ മതത്തിലെ ഒരു സംസ്കാരം തന്നെയാണ് കാണിക്കുന്നത്. ആ സംസ്കാരം കാണിക്കുമ്പോ എന്താ ഇത്ര പൊള്ളാൻ? അത് സത്യമല്ലേ? ആ സത്യം കാണിക്കുമ്പോ ഇതിനെ പൊള്ളാൻ? ഇനി അങ്ങനെ ചിന്തിക്കട്ടോ, ഇതൊരു കഥയായി കാണ്. ഇതൊരു കഥ ആവിഷ്കാര സ്വാതന്ത്ര്യമായി ആവിഷ്കരിക്കുന്നു, അത് കാണ്, അതിനുള്ള അഭിപ്രായം പറയും, വിമർശനം എഴുത്, അതല്ലേ മര്യാദ. അല്ലാതെ ഈ സിനിമയുടെ പേരും പറഞ്ഞ് കലാപം ഉണ്ടാക്കാൻ നോക്കുക, ഇത് എവിടത്തെ ന്യായാണ്?
എന്തായാലും സാർ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ നിന്നാണ് നമുക്കറിയാം പലതരത്തിലുള്ള സിനിമകൾ ഇറങ്ങിയ സമയത്ത് ഈ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ സെൻസർ ബോർഡ് ഒരു കട്ട് നടത്തുമ്പോൾ അല്ലെങ്കിൽ ആ സീൻ ആ രംഗം ഒഴിവാക്കണം എന്നൊക്കെ പറയുന്ന സമയത്ത് കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മുറവിളി ഉയർന്നിട്ടുള്ളത്. ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് സിനിമയെ സിനിമയായി കാണണമെന്ന്. പക്ഷേ കേരള സ്റ്റോറിയുടെ കാര്യത്തിൽ അതുണ്ടാവുന്നില്ല എന്നതാണ്. യഥാർത്ഥത്തിൽ കേരള സ്റ്റോറി പറയുന്നത് കേരളത്തിൽ ഏത് രീതിയിൽ ബിജെപിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വർഗീയ ശക്തികൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങളാണെന്ന് വിമർശകർ പ്രധാനമായും ഉന്നയിക്കുന്നുണ്ട്. കേരള സ്റ്റോറി 2വിന്റെ ട്രെയിലറിന് എന്തായാലും വീണ്ടും ഒരു ഇടപെടൽ വരുന്നുണ്ട്. ആ രീതിയിൽ കോടതിയിൽ നിന്നുള്ള ഒരു ഇടപെടൽ കൂടി ഉണ്ടാവുന്ന സമയത്ത് ഏത് രീതിയിൽ സിനിമ പുറത്തിറങ്ങുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. വ്യക്തമാണ്. താങ്ക് യു ജയശങ്കർ സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.